എന്താ അമ്മേ നോക്കണേ? കാന്താരി. കാന്താരി വേണ്ട, ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. ഇതിപ്പോൾ ചെടികൾക്കിടയിൽ ചെടിയാണോ കാന്താരിയാണോ എന്നറിയാത്ത അവസ്ഥയാണോ? സാരമില്ല, ആദ്യം ഇവിടെ ഒക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ അങ്ങുഞ്ഞും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എവിടെ നിന്ന് കിട്ടിയാലും നമുക്ക് നട്ടു വളർത്തുന്നതല്ലാത്തതുകൊണ്ട് എവിടെ വേണേലും കിളിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അഞ്ചാറിങ്ങോട്ട് പറക്കിച്ചെടുത്താൽ മതിയല്ലോ. എന്നാ പരിപാടി? കുറേ പറിക്കുന്നുണ്ടല്ലോ. കുറച്ച് പറിച്ചെന്നേ ഉള്ളൂ, ഇതെല്ലാം ഒന്നും ആവശ്യമില്ല ഇപ്പോൾ. പിന്നെ എല്ലാ കൂട്ടാൻ വയ്ക്കുന്നതിനൊക്കെ ഞാൻ ഇച്ചിരി കാന്താരിയാന്നല്ലോ ചേർക്കുന്നത്. ഇപ്പം പച്ചമുളക് ഇല്ല അല്ലേ? പച്ചമുളക് ഇല്ല ഇപ്പം നമുക്ക്. ഇതെന്നാ പരിപാടി? എന്തുണ്ടാക്കാനോ? ഇന്ന് ഒരു പച്ചടി വെക്കാം. ഉച്ചക്ക് സ്പെഷ്യൽ പച്ചടി. പച്ചടി എന്ന് പറഞ്ഞാൽ പലതരം പച്ചടി ഉണ്ടല്ലോ. ഉണ്ട്. നമ്മളിപ്പോൾ പഴം കൊണ്ടൊരു പച്ചടിയാണ് വെക്കുന്നത്. പഴം പച്ചടി? ഏത്തപ്പഴം. ഈ സാധാരണ ഏത്തപ്പഴം കൊണ്ട് മാത്രമാണോ പച്ചടി ഉണ്ടാക്കാറുള്ളത്? അല്ലല്ല, എന്തെല്ലാം സാധനം കൊണ്ട് പച്ചടി ഉണ്ടാക്കാം. അല്ല, പഴങ്ങളിൽ ഏത്തപ്പഴമാണോ കൂടുതലും? പഴങ്ങളിൽ ഏത്തപ്പഴമാണ്. പിന്നെ തക്കാളിപ്പഴം വെച്ചുണ്ടാക്കാം. പിന്നെ അങ്ങനെ പലതും ഉണ്ട്. പ്രധാനമായിട്ട് ഏത്തപ്പഴം. അല്ല, തക്കാളിപ്പഴം എന്ന് പറഞ്ഞാൽ അല്ലല്ല, ഇങ്ങനെയുള്ള പഴങ്ങളിൽ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള പഴങ്ങളിൽ പൂവമ്പഴോ അതില്ല, അത് വെച്ചൊന്നും ഉണ്ടാക്കാൻ ശരിയാവത്തില്ല. അങ്ങനെയുള്ള വാഴപ്പഴങ്ങളിൽ ഏറ്റവും നല്ലത്. കംപ്ലീറ്റ് സെറ്റാണല്ലോ. കലമൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണല്ലോ. കലത്തെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ശരി. ഏത്തപ്പഴം എത്തി. ഇത് മേടിച്ച ഏത്തപ്പഴം അല്ലേ? ബാക്കിയെല്ലാം സെറ്റാണല്ലോ. എല്ലാം ഉണ്ട്. കറിവേപ്പില, കാന്താരി, ചെറിയുള്ളി. സാധാരണ ഇങ്ങനെ ഇതിൽ തന്നെയാണോ നമ്മൾ ഉണ്ടാക്കാറുള്ളത്? എന്തില്? പിന്നെ ചട്ടിക്കകത്തിലാണോ? ചട്ടിക്കകത്ത് ഉണ്ടാക്കുന്ന എല്ലാം നല്ല ഒരു രുചിയുണ്ടല്ലേ. പിന്നെ പൊളിച്ചോ. ഒരെണ്ണം മതിയല്ലേ? ഒരെണ്ണം മതി. നമുക്ക് കുറച്ച് മതിയല്ലോ, ഒത്തിരി വേണ്ടല്ലോ. എത്ര എണ്ണം വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്കിപ്പം കുറച്ച് ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് കയ്യുറ വേണ്ടേ മുറിക്കാൻ? ഇത് കയ്യിലങ്ങ് കൊള്ളത്തൊന്നുമില്ല. എനിക്ക് മുറിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ കയ്യുറ ഇല്ലെങ്കിൽ പേടി തോന്നും. അത് നിങ്ങളൊന്നും അത് ചെയ്യാത്തതുകൊണ്ട്. ഇപ്പം എനിക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ എന്തായാലും ഉറ വേണ്ട. പിന്നെ ഈ പയറരിവോ അതുപോലുള്ള കൂടുതൽ എന്തെങ്കിലും അരിയുമ്പോൾ മാത്രം മതി. ഇത് ഇതിന് കഴുകണോ? വേണ്ടല്ലോ. വേണ്ട. പഴം പറ്റിയോ കഴിയണ്ട. എന്തൊക്കെയത്? ഇനി ഉപ്പ്, ഇടണം. മഞ്ഞപ്പൊടി ഇടണം ശകലം. ഓക്കെ. തുടക്കം തന്നെ പഴത്തിനകത്തിലേക്ക് ഉപ്പാണ് ഇടുന്നത്. മധുരമുള്ള പഴത്തിനകത്തിലേക്ക് ഉപ്പിട്ടുള്ള അതൊക്കെ അതിൻ്റെ ഓരോ ചേരുവകളില്ലയോ. പിന്നെ ഇത് ഇച്ചിരി പച്ചമുളക് ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. ഇപ്പം ഞാനിടാൻ പോകുന്നത് ശകലം ചുമന്ന മുളക് പൊടിയാണ്. നമ്മൾ നേരത്തെ കാന്താരി മേടിച്ചത്. കാന്താരി നമ്മൾ ഇനി തേങ്ങ അരയ്ക്കും, അതിൻ്റെ കൂടെ ഒരു ശകലം അരയ്ക്കും. അതിനാണല്ലോ, അരപ്പിനാണ്. അതുകൊണ്ട് ഇതധികം വേണ്ട, കുറച്ച് മതി. ഇനിയും വെള്ളം ചേർക്കണം. ഉപ്പും മഞ്ഞപ്പൊടിയും. ഗ്യാസ് കത്തിക്കാം. പിന്നെ ഇത് അടച്ചങ്ങോട്ട് ഇരുന്ന് വേവട്ടെ. ഈ പഴം ഇതിനകത്തിട്ട് വെള്ളത്തിലിട്ട് വേവിക്കുക. വെള്ളത്തിലിട്ട് വേവിക്കാം. ഇവിടെ എന്താ എന്നിട്ട് പരിപാടി? ഇനി ഇത്തിരി തേങ്ങ അരച്ചെടുക്കണം. അതിന് 2-3 കാന്താരിയാണ് ഞാൻ ചേർക്കുന്ന എരിക്ക് വേണ്ടിയിട്ട്. മറ്റേ ഒരു ശകലം പൊടിയേ ചേർത്തിട്ടുള്ളല്ലോ.
ഇനിയിപ്പോൾ ഇത്തിരി കാന്താരി, ഒരു 3-4 കാന്താരി, ഇത്രയേ ഉള്ളൂ. പിന്നെ ചുമന്നുള്ളി, ജീരകം, ഇതിലോട്ട് അങ്ങ് ഇട്ടിട്ട് എടുക്കുക. അരയ്ക്കുമ്പോൾ കല്ലേ വെച്ചാൽ ഇപ്പോൾ അരയ്ക്കാൻ പോകുന്നത്. കാരണം പിന്നെ ഇത്രയും തേങ്ങ ഒന്ന് മിക്സിയിൽ ഇട്ടാച്ചാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. നന്നായിട്ട് അരഞ്ഞ് കിട്ടണം ഇത്. അങ്ങനെ കല്ല് കഴുകൽ പരിപാടി നടക്കുക അല്ലേ? ഇന്നലൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചേ. ഇത് കുറച്ച് തേങ്ങ ആകുമ്പോൾ നല്ലപോലെ അരഞ്ഞ് കിട്ടണമെങ്കിൽ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ കല്ലേലാകുമ്പം നന്നായിട്ട് അത് അരച്ചെടുക്കാൻ പറ്റും. പുറത്ത് ഇങ്ങനെ ആവി വരുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് തരും. ചെറുക വേവട്ടെ, കുറച്ച് വെച്ച. ഉള്ളി ചേർത്താൽ മതി ഇല്ലല്ലോ? ഇല്ല, ഇവിടെ ഇപ്പം ആദ്യം ഒടുവിൽ ഉള്ളി ചേർത്താൽ മതി. ഉള്ളിയും ജീരകവും കൂടെ ചേർത്തായിരിക്കുന്നത് നേരം. ഇതിപ്പോൾ ഇതിനകത്ത് ഞാൻ ജീരകം ഞാൻ ചേർത്തു. ചേർത്തല്ലേ? ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഏതിനരയ്ക്കുമ്പോഴും ഇതുപോലെ കല്ലേലരയ്ക്കുന്നെങ്കിൽ ജീരകവും ചുമന്നുള്ളിയും ഒടുവിലങ്ങ് ചതച്ചോ അരച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. ജീരകം അരയ്ക്കുമ്പോൾ ഒരു മണം, അതൊക്കെ അരയ്ക്കും വരുന്നതാണ്. അതാ കൂട്ടാനും വരും. അത് ആ മണവും അതിൻ്റെ സ്വാദും. ജീരകം ഒട്ടും ഇഷ്ടമില്ലാത്ത ചിലരുണ്ട്. തീരെ അതിൻ്റെ സ്വാദ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ സ്വാദ് ഇഷ്ടമാണ്. ജീരകത്തിന് രുചിയുണ്ട് തീർച്ചയായിട്ടും. ചുവന്നുള്ളി പട്ട പ്രത്യേകം അരയ്ക്കുക അല്ലേ? ഇതിൻ്റെ കൂടെ ചേർത്തിങ്ങി എടുക്കും. ഒടുവിലാണ് അരയ്ക്കുന്നത് ചുവന്നുള്ളി. ഞാനങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പണ്ടും കണ്ടു പഠിച്ചിട്ടുള്ളത്. മിക്സിയിൽ അരക്കും ഇത് നമ്മൾ എപ്പോഴും ഒരു എല്ലാം അരങ്ങി വരുന്നതാണ്. പക്ഷെ എന്നാലും അത് യന്ത്രവും വലിയ അത് യന്ത്രം. പ്ലാവിലല്ലോ, പാളമുറി. ഇത് വടിച്ചെടുക്കുന്ന വാളമുറി വെച്ചാ. ഓക്കെ. അരച്ചാലേ ഉടനെ അടച്ചു വെക്കണം. അതെന്തോ അതിൻ്റെ മണോ ഇങ്ങനൊക്കെയാ ഒരു രീതി. നമ്മുടെ മണം പോവാതിരിക്കാനാണോ? മണം പോവാതിരിക്കാനൊക്കെ ആയിരിക്കാം. അതല്ല, പൊടി അരച്ചാൽ അടച്ചു വെക്കുക എന്നുള്ളതാ ഒരു. അങ്ങനെ പറയല്ലേ? വെന്തു കണ്ടോ? ഞെക്കിയപ്പോൾ വെന്തു. അല്ലെങ്കിലും പഴമല്ലേ, പെട്ടെന്ന് വേഗം. പിന്നെ നമുക്കിത് വെച്ചൊന്ന് ഉടച്ചെടുക്കാം. ഇത് മറ്റേ മത്തല്ലേ? മത്തിൻ്റെ ചെറിയ സാധനം. പണ്ട് ഇതുപോലെ ഇതാ മത്തായത്. പണ്ട് തൈരൊക്കെ ഉടയ്ക്കുന്ന ഇത് വെച്ചായിരുന്നു. ഇത് വെച്ച് ഇങ്ങനെ ഇങ്ങനെ കറക്കി.
ശരിക്കും കുഴഞ്ഞു. കണ്ടോ, അരഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞപ്പോഴത്തേ വെള്ളവും പറ്റി. ആ, വെള്ളം ഒഴിച്ചതങ്ങ് പോയല്ലേ? വെള്ളം ഒഴിച്ചത് പറ്റി. കുഴഞ്ഞ് പച്ചടി പോലായി. ഇനി എന്നാ പരിപാടി? ഇപ്പം വെള്ളം ഒട്ടും ഇല്ലല്ലോ. ഉണ്ടോ? അങ്ങനെ എന്ത് പറ്റി? അപ്പോൾ ഈ അരച്ച് വെച്ചേക്കുന്ന അതിനകത്ത് ഒരു ശകലം വെള്ളം ഉണ്ട്, ആ കല്ല് കഴുകിയെടുത്ത വെള്ളം, അതും കൂടെ ചേർത്ത് തീ ഒന്നും കൂട്ടണ്ട, തീ കുറച്ച് തന്നെ ഇരുന്നാൽ മതി. പഴത്തിലേക്ക് നമ്മൾ ചമ്മന്തി ചേർത്തു. ചമ്മന്തി അല്ലത്, പച്ചടിയുടെ അരപ്പം. എന്നാലും അരച്ച് വരുന്ന ചമ്മന്തി. പിന്നെ നമുക്കിതൊന്ന് അടച്ചൊന്ന് വയ്ക്കാം. ഒരുപാട് സമയം വേണ്ട, ഒന്ന് അടച്ചു. ഓക്കെ. തീ കൂട്ടണ്ടേ? വേണ്ട, തീ ഒന്നും കൂട്ടണ്ട. പിന്നെ പച്ചടി ഇതെടുക്കാൻ പോകണം. പിന്നെ തൈര്, ഇത്തിരി തൈര്. ഉടൻ തുറക്കാമല്ലോ? ആ, ഉടനെ തുറക്കാം, ഒരുപാട് സമയം വേണ്ട. ഓക്കെ. കട്ടത്തൈരായത്, നല്ല വെള്ളമയമൊന്നുമില്ല, വെള്ളമില്ലാത്ത കട്ടത്തൈര്. എന്നിട്ടിത് ഓഫാക്കിയിട്ട് അങ്ങാട്ട്. അത് ശരി, കഴിഞ്ഞു. ഇനി കടുക് വറുത്താൽ മതി. കടുക് വറുത്താൽ മതിയില്ലേ? ആ, അതായത് പെട്ടെന്ന് എടുക്കാവുന്ന പരിപാടിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എല്ലാവർക്കും, പിള്ളേർക്കെല്ലാം ഇഷ്ടമുള്ള ഇത്. പിള്ളേരായോണ്ടാണോ ഇല്ല, പിള്ളേരായതുകൊണ്ട് വലിയവർക്കും ഇത് ഇഷ്ടമാണ് പഴം പച്ചടി. എനിക്ക് സദ്യയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത്. ഇതെന്തിനാ ഇനി? കടുക് വറുക്കാൻ. കടുക് വറക്കാനുള്ള കടുക് താളിക്കാൻ. താളിക്കാനോ? താളിക്കുക എന്നായി ചില നാട്ടിലൊക്കെ പറയുന്നത് ഈ കടുക് വറക്കുന്നതിന്. നമ്മൾ കടുക് വറക്കുക എന്ന് പറയും. ഓ, അത് ശരി. പാണ്ടിയോ പിരിയോ? ഇത് പാണ്ടിമുളക്, പിരിയനല്ല, പാണ്ടിമുളക്. ഇത് തീയിലിട്ട് ചുട്ടില്ല അല്ലേ? ചുടുണ്ടായില്ല, ഇതിനത് വറക്കാനാണല്ലോ. ചമ്മന്തിക്കൊക്കെ ഇല്ലേ ചുടുന്നേ? അതെ 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 അതെ. കറിവേപ്പില, ഇതാ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ. ഇനി നോക്കട്ടെ ഇതൊന്ന് എന്തായെന്ന്. എന്താവാൻ? ഈ തൈര് ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് അതങ്ങ് അയ്യേ. വേറൊരു മണം. കണ്ടോ? അടിപൊളി. തൈര് ചേർത്ത് പിന്നെ ചൂടാക്കിയാൽ ആ തൈര് അങ്ങ് തീരെ അയഞ്ഞു വരും, വെള്ളം പോലെ ഇതായിപ്പോൾ. നല്ല കട്ടിയുള്ള പച്ചടിയല്ലേ? ഇപ്പം തീയില്ല, തീ ഓഫാക്കി വെച്ചേക്കുമല്ലയോ? അതെ അതെ. അപ്പം നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ആ, എന്തായി? മതി, നല്ല പോലെ പാകമാണ്. സ്ഥിരം ഇടുന്നതുകൊണ്ട് പാകം കറക്റ്റ് അറിയാം. ചില ഈ അളവിലൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്? ആ, നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നത്, നമുക്ക് ഒത്തിരി ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കടുക് നമുക്ക് കടുക് വറപ്പാണ്. വെളിച്ചെണ്ണ, കടുകിടാം. ആഹാ, പൊട്ടിത്തെറിക്കുന്നു.
അതിനകത്തോട്ട് അങ്ങ് ഇടുകയാണോ? അതിലോട്ട് ഇത് അങ്ങോട്ട് ഇടത്തില്ല. കറിയൊക്കെ ആണെന്നല്ലേ ഞാൻ ഇങ്ങോട്ട് ഇടത്തത്. ഇതിപ്പം അങ്ങോട്ട് ഇടും. ആയല്ലോ അമ്മേ. ഇത് മാറ്റണ്ടേ? ഇത് അടപ്പ് മാറ്റണ്ടേ? വേണം. ഓഫാക്കി എന്നിട്ട് അങ്ങനെ പഴം പച്ചടി സെറ്റ്. ഇതേ പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ടേ അമ്മ അത് ശരിക്കും കാണിക്കുന്നില്ല എന്ന് പരാതിയുണ്ട്. അതായത് ഇഡലി ഉണ്ടാക്കിയില്ലേ, ഇഡലി സോഫ്റ്റാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മളതങ്ങനെ പൊളിച്ചൊക്കെ കാണിക്കണം. മനസ്സിലായോ? ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവണ്ട, വീഡിയോ അല്ലേ. ഇതിൽ പിന്നെ സോഫ്റ്റ് എന്നൊന്നും പറയില്ല. ഇതെങ്ങനെ കാണിക്കുക? ഇങ്ങനെ കുഴഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ? ഇങ്ങനെ ഈ ശകലം കൂടെ വേണമെങ്കിൽ തൈര് ചേർത്താൽ ഇത് ഇച്ചിരി അയച്ചെടുക്കാം. ഇച്ചിരി തൈര് ചേർത്താൽ മതി, അതിന് വ്യത്യാസമൊന്നും വരത്തില്ല. ഇതുണ്ട്. ഇനിയും കഴിച്ചാൽ മതി. ഇനിയും കഴിച്ചോണ്ടാ മതി. നോക്കട്ടെ, ഇച്ചിരി ചൂടുണ്ടോ? ഓ ഇച്ചിരി തന്നെ. ചൂടൊന്നുമില്ല. ഇതാണ് സാധനം. അയ്യോ ചൂടുണ്ട്. അടിപൊളി. നീ അടച്ചങ്ങ് വെക്കാം. സൂപ്പർ. നീ വിളമ്പ് അന്നേരം എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് പഴം പച്ചടി. ഇതാണ് പഴം പച്ചടി.